പരിശോധിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെഷനിൽ നിന്ന് ആരംഭിക്കാം. വ്യായാമം പൂർത്തിയാകുമ്പോൾ പരിശീലനാർത്ഥികൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. വാഹനത്തിൽ നിലവിലുള്ള ടയർ മർദ്ദം പരിശോധിക്കുക. ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും: ഒരു ട്രെയിനിയുടെ ടൂൾസ് കിറ്റ്, ഒരു ടയർ പ്രഷർ ഗേജ്, ഒരു എയർ പ്രഷർ ഇൻഫ്ലേറ്റിംഗ് യൂണിറ്റ്, ഒരു എയർ വാൽ റിമൂവർ എക്യുപ്മെൻറ്റ്. ആവശ്യമുള്ള വസ്തുക്കൾ: കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം, എയർ വാൽവ്, നിർബന്ധമായും ഒരു വാൽവ് ക്യാപ്പ്. എന്താണ് ടയറിലെ വായുമർദ്ദം? മർദ്ദം ഒരു പ്രത്യേക പ്രദേശത്തിലേക്കോ പ്രതലത്തിലേക്കോ പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ അളവായി നിർവചിക്കാം. ആ നിർവചിക്കപ്പെട്ട പ്രദേശത്ത് വിതരണം ചെയ്യുന്ന ശക്തിയെ പ്രധാനമായും വിവരിക്കുന്നു. ടയറിനുള്ളിലെ വായുവിൻ്റെ അളവ് അനുസരിച്ചാണ് ടയർ ഇൻഫ്ലേഷൻ നിർണ്ണയിക്കുന്നത്. ഇത് സാധാരണയായി ഒരു ചതുരശ്ര ഇഞ്ചിൽ ഉള്ള പൗണ്ട് വാല്യൂ PSI, ബാറുകൾ അല്ലെങ്കിൽ കിലോ പാസ്കലുകൾ KPa എന്ന കണക്കിൽ അളക്കുന്നു. അളവുകൾ എടുക്കുമ്പോൾ ടയർ തണുത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ അളവുകൾ എടുക്കുന്നത് നല്ലതാണ്. ഈ സാഹചര്യത്തിൽ തണുപ്പ് സൂചിപ്പിക്കുന്നത് ടയറുകൾ ചലനത്തിലായിരുന്നില്ല അല്ലെങ്കിൽ ഏകദേശം 2-3 മണിക്കൂർ വാഹനം നിശ്ചലമായിരുന്നു എന്നാണ്. ശരിയായ ടയർ ഇൻഫ്ലേഷൻ നിലനിർത്തുന്നത് താരതമ്യേന ലളിതവും നിങ്ങളുടെ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ടയർ പ്രകടനത്തിന് അത്യന്താപേക്ഷിതവുമാണ്. ശരിയായി വീർപ്പിച്ച ടയർ ദീർഘായുസ്സും വേഗത്തിലുള്ള സ്റ്റിയറിംഗ് പ്രതികരണവും മികച്ച ഇന്ധനക്ഷമതയും തെറ്റായി വീർപ്പിച്ച ടയറിനേക്കാൾ സുഗമമായ യാത്രയും നൽകും. അണ്ടർ ഇൻഫ്ലേഷനും ഓവർ ഇൻഫ്ലേഷനും ദ്രുതഗതിയിലുള്ള ത്രെഡ് വെയറിംഗ് തേയ്മാനം, ടയർ പരാജയം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഒപ്റ്റിമൽ ടയർ പെർഫോമൻസ് ഉറപ്പാക്കാൻ നിങ്ങളുടെ ടയർ പ്രഷർ മാസാടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. എയർ പ്രഷർ ഗേജുകൾ ഉപകരണത്തിനുള്ളിലെ മർദ്ദത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. ഫലപ്രദമായി പ്രവർത്തിക്കാൻ പല സിസ്റ്റങ്ങൾക്കും വായുമർദ്ദം എത്രയാണെന്ന് അറിയേണ്ടതുണ്ട്. ഈ വായുമർദ്ദം അളക്കുന്നതിനുള്ള മാർഗമായി ഗേജുകൾ ഉപയോഗിക്കാം. എന്താണ് പ്രഷർ ഗേജ്? ഒപ്പം ഈ ഗേജ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ടയർ മർദ്ദം വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു അളക്കുന്ന ഉപകരണമാണ് പ്രഷർ ഗേജ്. ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബോർഡൻ ട്യൂബിലെ വായു മുകളിലേക്ക് പോകുമ്പോൾ അത് നേരെയാകുന്നു. ഇത് ഗിയർ വിഭാഗത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയാൻ ഇടയാക്കും. പ്രഷർ ഗേജുകളുടെ ചില പ്രത്യേക സവിശേഷതകളാണ്: ഇത് ശ്രദ്ധേയമായ ലോഡ് സൈക്കിൾ സ്ഥിരത പ്രകടമാക്കുന്നു. ഇനത്തിനോ മെറ്റീരിയലിനോ അപചയമോ തകർച്ചയോ അനുഭവപ്പെടാതെ ആവർത്തിച്ചുള്ള കനത്ത ഭാരം സഹിക്കാൻ കഴിയുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇതിന് ഷോക്ക് പരിരക്ഷയുണ്ട്. പെട്ടെന്നുള്ള ആഘാതങ്ങൾക്കോ വൈബ്രേഷനുകൾക്കോ വിധേയമാകുമ്പോൾ പോലും ഇത് കേടുകൂടാതെ ഇരിക്കും. എല്ലാ പ്രധാന ഭാഗങ്ങളും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു എയർ പ്രഷർ ഗേജിലെ പോസിറ്റീവ് മർദ്ദം 0 മുതൽ 200 PSI വരെയാണ്. പ്രഷർ ഗേജിൻ്റെ ഹോസിൽ ഒരു അഡാപ്റ്റർ ഉണ്ട്. അത് ടയറിൻ്റെ ചെറിയ ഭാഗം താഴേക്ക് തള്ളുന്നു. അത് വായു അകത്തേക്കും പുറത്തേക്കും പോകാൻ അനുവദിക്കുന്നു. ഈ അഡാപ്റ്റർ വാൽവ് തണ്ടിൽ ചേർത്തിരിക്കുന്നു. സ്കെയിൽ ടയറിൻ്റെ ആന്തരിക PSI നില എത്രയാണെന്ന് കാണിക്കുന്നു. നിർമ്മാതാവ് ശുപാർശ ചെയ്യുന്ന മൂല്യവുമായി മർദ്ദം പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ടയറിന് കുറഞ്ഞ മർദ്ദം ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കംപ്രസ് ചെയ്ത വായു ചേർക്കാം. ഗേജിൽ വായുമർദ്ദം ശുപാർശ ചെയ്ത നിലയിലേക്ക് എത്തുമ്പോൾ എയർ നിറയ്ക്കുന്നത് നിർത്തുക. പ്രഷർ ഗേജ് ഉപയോഗിച്ച് ടയർ എയർ പ്രഷർ എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം. ടയറിൽ നിന്ന് വാൽവ് ഗ്യാപ്പ് നീക്കം ചെയ്യുക. പൊടിയോ അവശിഷ്ടങ്ങളോ ഇല്ലാതാക്കാൻ വാൽവിൻ്റെ ബാഹ്യ ഉപരിതലം തുടയ്ക്കുക. ടയർ പ്രഷർ ഗേജ് ഇൻസേർട്ട് ചെയ്യുക. റീഡിംഗ് രേഖപ്പെടുത്തുക. ഈ റീഡിംഗ് നിർമ്മാതാവിൻ്റെ റെക്കമെൻഡഡ് പ്രഷർ വാല്യൂവുമായി താരതമ്യം ചെയ്യുക. ടയറിന് ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുക. ഊതി പെരുപ്പിക്കണമെങ്കിൽ എയർ ഇൻഫ്ലേറ്റർ ഇൻസേർട്ട് ചെയ്യുക. ഗേജിലെ ടയർ പ്രഷർ റീഡിംഗ് നിരീക്ഷിക്കുകയും ചെയ്യുക. ആവശ്യമുള്ള എയർ പ്രഷർ ലെവൽ മുൻകൂട്ടി ക്രമീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു സവിശേഷത ചില ഉപകരണങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ പ്രീസെറ്റ് പോയിന്റുകളിൽ വായുമർദ്ദം എത്തുമ്പോൾ ഉപകരണങ്ങൾ സ്വയമേവ ഇൻഫ്ലേഷൻ പ്രക്രിയ നിർത്തുന്നു. ഒരു സോപ്പ് ലായനി ഉപയോഗിച്ച് വായു ചോർച്ച അറിയാൻ വാൽവ് പരിശോധിക്കുക. വാൽവിൽ നിന്ന് വായു കുമിളകളൊന്നും പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കുക. വാൽവിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വായു ചോർച്ചയുടെ ഉറവിടം വീണ്ടും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്.
ചോർച്ചയില്ലെങ്കിൽ ക്യാപ്പ് അടയ്ക്കുക. ടയർ എയർ പ്രഷർ പരിശോധിക്കുന്നതിനുള്ള ഈ സെഷൻ നമുക്ക് സമ്മറൈസ് ചെയ്യാം. ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും, പ്രഷർ ഗേജുകളുടെ പ്രവർത്തന ആശയം, അവയുടെ പ്രത്യേക സവിശേഷതകൾ, ടയർ വായുമർദ്ദം പരിശോധിക്കുന്നതിനുള്ള ഘട്ടം ഘട്ടമായുള്ള സാങ്കേതികത എന്നിവ ഈ മൊഡ്യൂൾ ഉൾക്കൊള്ളുന്നു. പ്രധാന വിഷയങ്ങളിൽ ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും ഉൾപ്പെടുന്നു. ട്രയൽ പ്രഷർ ഗേജ്, എയർ പ്രഷർ ഇൻഫ്ലേഷൻ യൂണിറ്റ് മുതലായവ. പ്രഷർ ഗേജുകളുടെ പ്രവർത്തനം മൊത്തം ബോർഡർ ട്യൂബ്, പ്രത്യേക സവിശേഷതകൾ, ടയർ എയർ പ്രഷർ പരിശോധിക്കുന്നതിനുള്ള ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയ.